ഞങ്ങളുടെ ഭവനങ്ങളിലും അടുത്തും അകലെയും ഒക്കെയായി ഉച്ചഭാഷയുടെ ദൈവവചനം ശ്രദ്ധിക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സമാധാനമില്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ പാർക്കുന്നത്. ഇന്ന് എവിടെയും സമാധാനം നഷ്ടപ്പെട്ട് മനുഷ്യൻ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ ഭാരപ്പെടുന്ന ഒരു കാലയളവിലാണ് എത്തിയിരിക്കുന്നത്. ഒരു വ്യക്തിയോട് എന്തുണ്ട് വിശേഷമെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, എനിക്ക് ഒരു സമാധാനവുമില്ല. എന്താ കാരണം? ഒന്നുകിൽ മകൻ്റെതായ ജീവിത പെശകുകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മകളുടെ, അല്ലെങ്കിൽ ഭാര്യയുടെ, ഭർത്താവിൻ്റെ, ഇങ്ങനെ വിവിധ വകുപ്പുകളിലൂടെ സമാധാനമില്ലാതെ മനുഷ്യൻ ഭാരപ്പെടുകയാണ്. സമാധാനത്തിനു വേണ്ടി മനുഷ്യൻ മലകൾ കയറുന്നു, പുണ്യസ്ഥലങ്ങളിൽ പോകുന്നു, പുണ്യനദിയിൽ മുങ്ങുന്നു, പുണ്യപ്രവർത്തികൾ ചെയ്യുന്നു, കർമാചാരങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഇവിടെ നിന്നൊന്നും മനുഷ്യന് സമാധാനം നേടുവാൻ കഴിയുന്നില്ല. എന്നാൽ 2025 വർഷങ്ങൾക്ക് മുമ്പ് ദൈവമായിരുന്നവൻ മനുഷ്യാവേഷമെടുത്ത് ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്നു. യേശു ലോകത്തിൽ വന്നത് സമാധാനം നൽകുവാൻ വേണ്ടിയാണ്. യേശു പറഞ്ഞു, ലോകം ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിലെ സമാധാനമൊന്നും മനുഷ്യനെ നിത്യസമാധാനത്തിലേക്കോ സന്തോഷത്തിലേക്കോ നയിക്കാൻ കഴിയുന്നില്ല. ഇന്ന് നമുക്ക് നിത്യോപക സാധനങ്ങൾ, നമുക്ക് ഏത് സാധനങ്ങളും മാർക്കറ്റിൽ ധാരാളം ലഭിക്കും. സൂപ്പർ മാർക്കറ്റുകളിലും മറ്റു സ്ഥലങ്ങളിലും പോയി നമ്മുടെ ഇഷ്ടാനുസരണത്തിനുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കുവാൻ കിട്ടും. എന്നാൽ ഒരു കടയിലോ ഒരു സൂപ്പർ മാർക്കറ്റിലോ ചെന്ന 1 കിലോ സമാധാനം വേണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് സമാധാനം ലഭിക്കുകയില്ല. അവര് പറയും, ഇവിടെ സമാധാനം എന്ന് പറയുന്ന സാധനം വിൽക്കുന്നില്ല, അതിവിടെ കിട്ടുകയില്ല. പ്രിയമുള്ളവരെ, ഞങ്ങളിത് ഓർമ്മിപ്പിക്കുന്നതിന്റെ കാരണം സമാധാനത്തിന്റെ പ്രഭുവായ യേശു ക്രിസ്തുവാണ് മനുഷ്യന് സമാധാനം കൊടുക്കുവാൻ ലോകത്തിലേക്ക് വന്നത്. യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് ദൈവവചനമനുസരിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ വചനമനുസരിക്കുന്ന ഏതൊരു വ്യക്തിക്കും, അത് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ഏതു മനുഷ്യനും സമാധാനം ലഭിക്കുവാൻ കാരണമായി തീരും. അതുകൊണ്ടാണ് ഞങ്ങളിത് ഓരോ വഴിയോരങ്ങളിലും ഈ സത്യസുവിശേഷത്തിന്റെ സമാധാനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ 5-6 പേരുണ്ട്. ഞങ്ങളും ഒരു കാലഘട്ടത്തിൽ സമാധാനമില്ലാത്തവരായി പലവിധമായ പ്രയാസങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ, മദ്യത്തിന് അടിമകളായി മോചനം പ്രാപിപ്പാൻ കഴിയാതെ പല ഇടങ്ങളിലും സഞ്ചരിച്ചവരുമൊക്കെയാണ്. എന്നാൽ അവിടെ നിന്ന് സമാധാനം ലഭിക്കുവാൻ കഴിയാതെ ഇരുന്നപ്പോൾ ദൈവദാസന്മാര് പറയുന്നതായിരിക്കുന്ന സമാധാനത്തിന്റെ സുവിശേഷം ഞങ്ങളുടെ കാതുകളിലേക്കും ഹൃദയങ്ങളിലേക്കും ആഴമായി പതിയുവാനിടയായി. ആ വചനം ഞങ്ങളെ അത് ഏറ്റെടുക്കുകയും ആ വചനമനുസരിച്ച് ജീവിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുകയും അത് കർത്താവിനോട് ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്തതിന്റെ ഫലമായി ഞങ്ങൾക്ക് സമാധാനവും നിത്യസന്തോഷവും ആനന്ദവും ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ ഭാര്യയ്ക്ക്, കുഞ്ഞുങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക്, എന്തിനു പറയുന്നു, ഞങ്ങൾ ഇടപെടുന്ന സമൂഹങ്ങളിലൊക്കെ സമാധാനത്തിന്റെ ആളുകളായി ഞങ്ങൾക്ക് മാറുവാൻ ഇടയായി തീർന്നു. ഇത് ഹല്ലേലൂയ മനുഷ്യന് കൊടുക്കുവാനോ അത് വാങ്ങിപ്പാനോ കഴിയില്ലെന്നാൽ യേശു ക്രിസ്തു സമാധാനത്തിന്റെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സമാധാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്. യേശു ക്രിസ്തുവാണ് സമാധാനം നൽകുവാൻ കഴിവുള്ളവൻ. മറ്റൊരുത്തനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഒരു നാമം, അത് യേശു ക്രിസ്തു എന്ന നാമം. ദൈവത്തിന് സ്തോത്രം. സുവിശേഷം എന്താണ്? സുവിശേഷം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. ദൈവവചനത്തിൽ യശയ്യാപ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നു, സകല ഭൂസിമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവീൻ,
ദൈവത്തിന് സ്തോത്രം. ദൈവം അതേ പറയുകയാണ്, എങ്കിലേക്ക് നിങ്ങൾ തിരിയുക. നിങ്ങൾ പോകുന്ന വഴി നാശത്തിന്റെ വഴിയാണ്. നിങ്ങൾ പാപത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അപകട മേഖലകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ തിരിഞ്ഞ് നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുന്നുവെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയും. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അതേ മാറ്റമില്ലാത്ത വചനം. മറ്റൊരുത്തനിലും രക്ഷയില്ല. മറ്റൊരു സ്ഥലത്ത് നിന്നും രക്ഷപ്പെടുവാൻ കഴിയില്ല. മറ്റൊരു സ്ഥലത്ത് പോയി പണങ്ങൾ ചിലവഴിച്ചാലും രക്ഷപ്പെടുവാൻ കഴിയില്ല. രക്ഷപ്പെടുന്നതിന് വേണ്ടി ഏതൊരു മാർഗം നമ്മൾ ചെയ്താലും രക്ഷയില്ല എന്ന് വിശുദ്ധ ബൈബിൾ ശക്തമായി യുദ്ധമായി വിളിച്ചു പറയുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. മനുഷ്യൻ ദൈവത്തെ തേടി അലഞ്ഞ് പല അതേ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവവചനത്തിൽ പറയുന്നു, യഹോവയായ ദൈവം മനുഷ്യനെ വിളിക്കുന്നു, നീ എവിടെയാണ്? മനുഷ്യനെ തേടി മനുഷ്യന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം ഇന്ന് മനുഷ്യനെ തേടി പലയിടങ്ങളിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുകയാണ്. കണ്ടെത്തുവാൻ കഴിയുന്നില്ല. എന്നാൽ മനുഷ്യനെ തേടി മനുഷ്യനെ വിളിച്ചുകൊണ്ട് മനുഷ്യന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം, അതാണ് കർത്താവായ യേശു ക്രിസ്തു. 2025 വർഷങ്ങൾക്ക് മുമ്പ് ദൈവമായിരുന്നവൻ മനുഷ്യവേഷമെടുത്ത് ഈ പാരിടത്തിലേക്ക് ഇറങ്ങി വന്നു. യേശു പറഞ്ഞു, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ രക്ഷിക്കുവാൻ ഞാൻ വന്നു. നീതിമാന്മാരെയല്ല പാപികളെ രക്ഷിക്കുവാൻ, പാപത്തിൽ നിന്ന് വിടുതൽ നൽകുവാൻ, ശാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കടന്നു വന്ന യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ അടിസ്ഥാന അതേ പ്രശ്നം പാപമാണെന്ന് ബൈബിൾ പറയുന്നു. പാപമില്ലാത്തവനായിട്ടാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയതെന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. പാപമില്ലാത്തവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ഉണ്ടാക്കി. എന്നാൽ ദൈവകൽപ്പന ലംഘിച്ചതിന്റെ ഫലമായി, പ്രമാണം ലംഘിച്ചതിന്റെ ഫലമായി മനുഷ്യൻ പാപത്തിന് അടിമയായി തീർന്നു. ആദാം എന്ന് പറയുന്ന മനുഷ്യനെ, ആദത്തെയും ഹവ്വായെയും ദൈവം സൃഷ്ടിച്ചു. ഏദൻ തോട്ടമുണ്ടാക്കി. തോട്ടത്തിൽ എല്ലാവിധമായിരിക്കുന്ന അതേ ഫലങ്ങൾ കഴിക്കുവാൻ അവർക്ക് സമൃദ്ധിയായി അവിടെ ലഭിക്കത്തക്കതുപോലെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് ദൈവം മനുഷ്യനെ അവിടെ പാർപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, തോട്ടം സൂക്ഷിക്കുക, തോട്ടത്തിൽ വേല ചെയ്യുക. എന്നിട്ടൊരു വ്യവസ്ഥ പറഞ്ഞു, ഈ തോട്ടത്തിൽ നിൽക്കുന്ന എല്ലാ വൃക്ഷത്തിന്റെയും പഴങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ പഴം തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിച്ചു പോകും എന്ന് യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിക്കുവാനായി. തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ച കൽപ്പന ലംഘിച്ച് പിശാച് അവരെ അടിമപ്പെടുത്തി. ആ തിന്നരുതെന്ന് പറഞ്ഞതായ കനി അവരെ കൊണ്ട് തീറ്റിച്ചു. അവരെ കൊണ്ട് പാപം പിശാച് ജയിക്കുവാനിടയായി. അങ്ങനെയാണ് മനുഷ്യൻ പാപികളായി തീർന്നത്. ആർക്കും പറയുവാൻ കഴിയില്ല, ഞാൻ പാപിയല്ല, ഞാൻ പാപം ചെയ്യുന്നില്ല എന്ന്. പ്രിയമുള്ളവരെ, ഒരു വാക്കുകൊണ്ട് ദിവസം എത്രയോ പാപങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് എത്രയോ പാപങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഇത് പാപമാണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. നമ്മൾ അതിനടിമപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആദം ഹവ്വമാരെ ഏദൻ പർദീസയിൽ നിന്ന്, ആ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി. ആദം ഹവ്വമാർക്ക് ജനിച്ച തലമുറകൾ പാപത്തിനടിമയായി. ആദാമ്യ കുടുംബത്തിൽ ജനിക്കപ്പെട്ട സകല മനുഷ്യരും പാപികളാണ്. സങ്കീർത്തനക്കാരൻ ദാവീദ് രാജാവ് ഇങ്ങനെ എഴുതി, പാപത്തിൽ എന്റെ അമ്മേനെ ഗർഭം ധരിച്ചു, പാപത്തിൽ എന്റെ അമ്മേനെ പ്രസവിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ജനിച്ച് മരിച്ചവരും ഇനി ജനിക്കാൻ പോകുന്നവരും ജീവിച്ചിരിക്കുന്നവരും സകല മനുഷ്യരും പാപികളാണ്, പാപികളാണ്, പാപികളാണ്. എന്ത് ചെയ്യരുത്? കുടിക്കരുത്, മദ്യം കുടിക്കരുത്, പാപമാണ്. വ്യഭിചാരം ചെയ്യരുത്, പാപമാണ്. മോഷ്ടിക്കരുത്, പാപമാണ്. അധർമ്മം ചെയ്യരുത്, പാപമാണ്. തെറ്റുകൾ സംസാരിക്കരുത്, പാപമാണ്. ഇങ്ങനെയുള്ള വിലക്കുകളെ അരുതെന്ന് പറഞ്ഞ സ്ഥാനത്ത് അത് ഏറ്റെടുത്ത് ആലോചിച്ച് മുന്നോട്ട് പോകുന്നതാണ് പാപത്തിന്റെ ഭീകരമായ അനുഭവങ്ങൾ.
ഈ പാപത്തിൽ മനുഷ്യന് പഴയ നിയമകാലങ്ങളിൽ യാഗങ്ങൾ കൊണ്ട്, കർമ്മപ്രവൃത്തികൾ കൊണ്ട്, യാഗം കൊണ്ട് മനുഷ്യൻ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യാഗം കഴിക്കും. ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാക്കളെയും പ്രാവിൻ കുഞ്ഞുങ്ങളെയും ഒക്കെ യാഗം കഴിക്കും. പക്ഷേ യാഗം നടക്കുന്നു, പാപത്തിന് പരിഹാരമില്ല. യാഗം നടക്കുന്നു, പാപം പെരുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദൈവമായിരുന്നവൻ, പാപപരിഹാരകനായവൻ മനുഷ്യനായി മനുഷ്യവേഷമെടുത്ത് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാപികളായ മനുഷ്യന് വേണ്ടി പാപപരിഹാരമായി കാൽവറി ക്രൂശിൽ 3 ആണികളിൽ മേൽ തറക്കപ്പെട്ട് പാപപരിഹാര ബലി കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തു അർപ്പിക്കപ്പെടുവാനിടയായി തീർന്നു. യേശു മരിച്ചു, അടക്കപ്പെട്ടു. ഹല്ലേലൂയ. അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവനെ തേടി വന്നവരോട് ദൂതന്മാർ പറഞ്ഞു, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റുന്നും യേശു ജീവിക്കുന്നു. പലസ്തീന്റെ നടുവിൽ തുറക്കപ്പെട്ടൊരു കല്ലറയുണ്ട്. ഈ കല്ലറ ആരുടേതെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ പറയുന്നത് പാപപരിഹാരത്തിന് വേണ്ടി മനുഷ്യനെ തേടി വന്ന് പാപമില്ലാത്തവനെ ക്രൂശിച്ച് അടക്കം ചെയ്ത കല്ലറ 3-ാമത്തെ ദിവസം ഹല്ലേലൂയ അവൻ മരണത്തെ ഭേദിച്ചുകൊണ്ട് ഹല്ലേലൂയ റോമ ഗവൺമെന്റിന്റെ ഇംപീരിയം മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു, യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഓ യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഈ ലോകത്തിൽ താനി വേഗം വാരും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു ഇന്നും വിളിക്കുന്നു, എന്റെ അടുക്കൽ വരിക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസമാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം, ഞാൻ നിങ്ങൾക്ക് സന്തോഷം തരാം, നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാം. നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം. ഇന്ന് അനേക പുണ്യപുരുഷന്മാർ, അനേക ഉന്നതന്മാർ, ശ്രേഷ്ഠന്മാർ, ബഹുമാനിക്കപ്പെട്ടവരൊക്കെ ഈ ലോകത്തിൽ ഭരിച്ചും മരിച്ചും കടന്നുപോയി കഴിഞ്ഞു. ഒരൊറ്റ വ്യക്തി പോലും പറഞ്ഞില്ല, ഞങ്ങൾ നിങ്ങൾക്ക് സമാധാനം തരാം, ഞങ്ങളുടെ അടുക്കൽ വരിക, സമാധാനം ഞങ്ങൾ തരാം. എന്നാൽ അത് പറയുവാൻ മാനവജാതിക്ക് കഴിയില്ല. കാരണം അവർക്കും സമാധാനമില്ലാതെയും പലവിധ പ്രശ്നങ്ങളിലൂടെയാണ് അവരും മരിച്ചു മണ്ണറഞ്ഞത്. എന്നാൽ ഒരു വ്യക്തിക്ക് മാത്രമേ പറയുവാൻ കഴിയുമായിരുന്നു, യേശുവിന് മാത്രം. അവനാണ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും ഞങ്ങളുടെ അടുക്കിലേക്ക് വരുവീൻ. ദൈവത്തിന് സ്തോത്രം. സന്തോഷമാണ്. ഞങ്ങളിവിടെ നിർത്തിയാണ് പ്രിയ സഹോദര, എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഭവനത്തിൽ രോഗമായി ഭാരപ്പെടുന്ന ആരായിരുന്നാലും അവരെ സൗഖ്യമാക്കുന്ന യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ശാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ, പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യേശു ലോകത്തിൽ വന്നു. ആ യേശു ഇന്നും ജീവിക്കുന്നു. അവനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ദൈവം തന്നു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കട്ടെ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാണ്. ഞങ്ങളോടൊപ്പം നിങ്ങളും സഹകരിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.